വെൽക്കം ബാക്ക് ടു ആശ്വിറ്റ് എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഡേ 12 എന്ന് പറഞ്ഞിട്ട് കേട്ടത്. അതിനുശേഷം വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. അപ്പം ചിലവർ വിചാരിച്ചാണ് ഞാൻ ചലഞ്ചൊക്കെ ഡ്രോപ്പാക്കി പോയിട്ടുണ്ടെന്ന്. ഒരിക്കലുമില്ല. ഡ്രോപ്പാക്കി പോയി എന്നുള്ളവരുടെ ആ ധാരണയിലേക്ക് ഞാനൊരു കാര്യം പറയാം. അത് നിങ്ങളുടെ ധാരണ മാത്രമാണ്. ഞാൻ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഇടാത്തതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഡേ 12 ആണ് ഞാൻ ലാസ്റ്റായിട്ട് വീഡിയോ ഇടുന്നത്. ഡേ 12 എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇടുമ്പോൾ ജിമ്മിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ. അങ്ങനെ ജോയിൻ ചെയ്ത് ഞാൻ, അതായത് ജിമ്മിൽ എന്നെ അറിയാവുന്നവരും പിന്നെ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരും ഫോളോ ചെയ്യുന്നവരൊക്കെ ആയിട്ട് കുറേ പേരുണ്ടല്ലോ. അപ്പം അവർ എൻ്റെ, അതായത് നമ്മുടെ ജിം കോച്ചിനോട് പറഞ്ഞു, ഇവനിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അല്ല ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ട് ഇത്. എൻ്റെ കോച്ച് എന്നോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ജിമ്മിലല്ല എന്തും ആയിക്കോട്ടെ, ഏത് മസിൽസിന് ട്രെയിൻ ചെയ്യുവാണെങ്കിലും ആ മസിൽസിന് റിക്കവറി ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കണം. ഓക്കെ, റിക്കവറി ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കണം. ഇപ്പം ഞാൻ എൻ്റെ ചെസ്റ്റിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാമേജ് ആയി. ഓക്കെ, നമ്മുടെ മസിൽ ഡാമേജ് ആയി. സോ അതിനെ റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത സെറ്റ്, അതായത് നമ്മുടെ മസിൽസ് കുറച്ച് ഇതാവുള്ളൂ, അതായത് മസിൽസ് വളരുകയുള്ളൂ. നമ്മളിപ്പോൾ ഇത് ചെയ്യുക, ഡെയിലി ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മസിൽസ് ആ ഒരു ലെവലിലിരിക്കും. അതല്ല നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ച് മസിൽസ് എടുത്തു കാണിക്കും. സോ നമ്മൾ എന്തായാലും ഏത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം, കുറച്ച് റെസ്റ്റ് എടുക്കണം. അങ്ങനെ കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 days എങ്കിലും മിനിമം റെസ്റ്റ് എടുക്കണമെന്നാണ് എൻ്റെ കോഴ്സ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് എപ്പോഴാന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല, പക്ഷേ ഡേ 12 എന്ന് പറഞ്ഞിട്ടായിട്ട് ഇനിയിപ്പോൾ എല്ലാ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഈ 2 ദിവസത്തിൽ എപ്പോഴെങ്കിലും എൻ്റെ ചാനലിൽ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ട. സോ നമുക്ക് ഏതായാലും ഇന്ന് ജിമ്മിൽ പോയിട്ട് ഇന്നും കൂടി വീഡിയോ എടുത്തിടും. അത് കഴിഞ്ഞാൽ തിങ്കളോ ചൊവ്വയോ അങ്ങനെ വീഡിയോ വരുള്ളൂ. സോ നമുക്കിന്ന് ഏതായാലും ജിമ്മിലേക്ക് പോവാം. അപ്പം നമ്മളേതായാലും ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറി ടിക്കറ്റ് മുറിച്ച് നേരെ സ്റ്റോപ്പിൽ ചെന്നിറങ്ങി. സ്റ്റോപ്പിൽ നിന്ന് മെല്ലെ ജിമ്മിലേക്ക് നടക്കാൻ തുടങ്ങി. ജിമ്മിലേക്ക് നടന്ന് ഇതേ കാണുന്നതാണ് നമ്മുടെ ജിമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. ജിമ്മിലോട്ട് പോകുന്നവരോടുള്ള ശ്രദ്ധയ്ക്ക് നല്ല വൈബാണ്. അങ്ങനെ ജിമ്മിലേക്ക് ഞാൻ കയറുമ്പോൾ ഉണ്ട് നമ്മുടെ മോളിൽ നിന്നിട്ട് ഒരാൾ ഫോൺ വിളിച്ചുകൊണ്ട് വെക്കുന്നത്. ആളെന്നെ കണ്ടപ്പം എൻ്റെ ആരേതിക്ക് എന്ന് തോന്നുന്നു ഒരു കൈ വെച്ചിട്ട് ഹൈഫൈ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജിമ്മിൻ്റെ പാർക്കിങ്. അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ ഇതിൻ്റെ മുകളിൽ കൂടി അങ്ങ് ഓടിക്കയറാൻ തുടങ്ങി. വേറെ ഒന്നുമല്ല, വാമപ്പ് ആവും. അത് കാരണം ഞാൻ ഏതായാലും ഓടിക്കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓടി അവസാനം നമ്മൾ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ഷൂ ഇടാൻ വേണ്ടി നോക്കുമ്പോഴാണ് സോക്സ് ഒന്ന് കഴുകേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലായത്. നോക്കുമ്പം മറ്റേ നമ്മുടെ അവിടുത്തെ എല്ലാ ജിമ്മേറ്റ്സും ഭയങ്കര വാമപ്പും വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സാധനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ ഈ തൂങ്ങി പിടിച്ച് പോകുന്നതിന് എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ആ പുള്ളിക്കാരി ചെയ്തത് ഫസ്റ്റ് തന്നെ മൂഞ്ചിപ്പോയി. ഏതായാലും പിന്നെ നമ്മുടെ അവിടുത്തെ ഒരു കുട്ടി യോദ്ധാവുണ്ട്, പുള്ളിക്കാരി ഒന്ന് നോക്കി. അങ്ങനെ നോക്കുമ്പോഴാണ് സംഗതി ഏറ്റു. പുള്ളിക്കാരി കുറച്ച് ലോങ് പോയി. കാരണം ഞാനും ഇതൊന്ന് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് നിങ്ങൾ വഴിയേ കണ്ടോളൂ. ഇത് നല്ല കഷ്ടപ്പാടാണ്. കാരണം നമ്മുടെ ഫുൾ വെയിറ്റ് ഈ കൈയാണ് താങ്ങുന്നത്. നമ്മുടെ കൈ തന്നെ പോവോ ഇല്ലയോ എന്നുള്ളൊരു പേടിയുണ്ട്. ഏതായാലും ഈ നമ്മുടെ കുട്ടിപ്പോരാളി അത്രയും എത്തി. ഏതായാലും എൻ്റെ ടേണാണ്. ഞാൻ നോക്കി, ഫസ്റ്റ് തന്നെ ഒരു മൂഞ്ചി കണ്ട. ഇതാണ് അവസ്ഥ. അപ്പോൾ എല്ലാവരും ഓടി എൻ്റെ അടുത്തൊക്കെ വന്നു. ഏതായാലും ഞാൻ ക്യാമറ വെച്ചിട്ട് അവിടുത്തെ മിററിൽ നോക്കി കുറച്ച് പോസും കൊടുത്തു. അങ്ങനെയാണ് നമ്മുടെ മെയിൻ ആള് കളത്തിലിറങ്ങിയത്. പുള്ളിക്കാരിക്ക് ഇന്ന് ലെഗായിരുന്നു. അപ്പം എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു.
നമ്മൾ ഏതായാലും പുള്ളിക്കാരിൻ്റെയും കുറച്ച് വീഡിയോ എടുത്തു. പുള്ളിക്കാരിക്ക് ഫ്രണ്ടിൽ വന്നപ്പോൾ ചിരി വന്നേ. അങ്ങനെ നമ്മൾ പുള്ളിക്കാരിൻ്റെയും നോക്കി എടുത്തു. അങ്ങനെ അടുത്തയാൾ ഇത് മാടമ്പള്ളി അങ്ങനെ ഒരു ഡയലോഗില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഏതായാലും പുള്ളിക്കാരി എടുത്തു കഴിഞ്ഞപ്പം ബാക്കിൽ നിന്ന് ഒരു ചിരി. ആ ചിരി ഞാൻ വഴിയെ ഇട്ട് തരാം. ഏതായാലും പിന്നെയും നമ്മുടെ ചേച്ചി വീണ്ടും അതിശക്തമായി ലെഗ് പ്രസ്സും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ചേച്ചി ഏതായാലും ലെഗ് പ്രസ്സും ചെയ്ത് എല്ലാം വന്ന് നമ്മുടെ ജിമ്മേറ്റ്സ് എല്ലാം കൂടി എത്തിയിട്ടുണ്ട്. എന്നാലേ എനിക്കെൻ്റെ വർക്കൗട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. നമുക്കും വേണമല്ലോ ഓരോ ജിം ബ്രോ. അങ്ങനെ നമ്മളും സെറ്റാക്കി ഓരോരുത്തരെ. ഏതായാലും നമുക്ക് ആ ഗ്യാപ്പിൽ എല്ലാ ജിമ്മൊന്ന് ഓടിച്ചു വിട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ജിമ്മിലെ മെയിൻ ആൾക്കാർ. ഏതായാലും ഇതാ എല്ലാ ജിമ്മിലുള്ള പോലെ ഒരാളുണ്ട് സൈഡിൽ നിന്നിട്ട് വർത്താനം അടിക്കുന്ന ടീം. അതായത് നമുക്ക് നമ്മുടെ പുഷപ്പ് ചാലഞ്ചും കൂടി അങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ട്, അതായത് വാമപ്പിന് മുമ്പുള്ള ഒരു പുഷപ്പ് അത്രയേ ഉള്ളൂ, ഒരു 100 പുഷപ്പ് എടുത്തു. നമുക്കതെടുത്ത് കഴിഞ്ഞാലാണല്ലോ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇന്ന് ഏതായാലും 13ാമത്തെ ദിവസത്തിലെ വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ ഇടുക. സോ ഏതായാലും ഞാൻ ആദ്യം തന്നെ ആദ്യത്തെ സെറ്റിൽ ഒരു 46 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ 46 കംപ്ലീറ്റ് ആക്കി അടുത്ത സെറ്റ് തുടങ്ങി. അടുത്ത സെറ്റിൽ ഞാനൊരു 46 പിന്നെ എത്രയാണെന്ന് എനിക്ക് തോന്നുന്നു. ടോട്ടലി ഞാനൊരു 68 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 69 പിന്നെ അടുത്ത സെറ്റും കൂടി കംപ്ലീറ്റ് ആക്കാൻ നോക്കുവാണ്. 73 അങ്ങനെ ആ സെറ്റും കംപ്ലീറ്റ് ആയി. അടുത്ത സെറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് പുറകിൽ പോയ ഒരുത്തൻ എന്തോ പറഞ്ഞ് ഞാൻ അവനെ തിരിഞ്ഞു നോക്കുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ എന്തായാലും ഒരു 30 കൂടി കംപ്ലീറ്റ് ആക്കും. അങ്ങനെ അതും കംപ്ലീറ്റ് ആക്കി നമുക്ക് മെല്ലെ നമ്മുടെ ജിമ്മിലെ പരിപാടിയിലേക്ക്, ജിം വർക്കൗട്ടിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോഴാണ് ജമ്പിങ് സ്ക്വാട്ട് തന്നെ ആദ്യം എൻ്റെ കോച്ച് വന്നത്. നമ്മളേതായാലും ജമ്പിങ് സ്ക്വാട്ട് ചെയ്തതാണ്, തവള തുള്ളുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിപ്പോയത്. അങ്ങനെ ഏതായാലും ജമ്പിങ് സ്ക്വാട്ട് കഴിഞ്ഞ് നമുക്ക് വെയ്റ്റ് സ്ക്വാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെല്ലെ ഞാൻ ബെൽറ്റൊക്കെ ഇട്ട് നമ്മൾ വെയ്റ്റ് സ്ക്വാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ തുടങ്ങി. തുടങ്ങിയപ്പം കുറച്ച് വെയിറ്റ് കൂടിപ്പോയെന്ന് മനസ്സിലായി. അപ്പോൾ ഏതായാലും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളേതായാലും ഇട്ട വെയിറ്റിന് കുറയ്ക്കേണ്ടതെന്ന് വിചാരിച്ച് ആ വെയിറ്റ് തന്നെ അങ്ങ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനേതായാലും നമ്മുടെ സ്ക്വാട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ സ്ക്വാട്ട് കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഞാൻ പിന്നെ പോയത് എക്സ്റ്റൻഷൻ ചെയ്യാനാണ്. ഞാൻ നോക്കുമ്പോൾ ഏതോ ഒരു ചങ്ങായി ഫുൾ വെയിറ്റ് ഇട്ട് എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതായാലും അതൊക്കെ അങ്ങ് കുറച്ച് കഴിഞ്ഞ് മെല്ലെ നമ്മളും നമ്മുടെ എക്സ്റ്റൻഷൻ അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. എക്സ്റ്റൻഷൻ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പെയിൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധിക്കുകയും, നിങ്ങൾ ലെഗ് വർക്കൗട്ട് ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് കുറച്ചിട്ട് ചെയ്യുക. മാക്സിമം വെയിറ്റ് കുറച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും വേദന കുറഞ്ഞു കിട്ടും. അങ്ങനെ ഞാൻ ലെഗ് പ്രസ്സിലോട്ട് പോയിട്ടുണ്ട്. ലെഗ് പ്രസ് പിന്നെ അത് വലിയ സീനില്ലാത്ത കാര്യമാണ്. നമ്മൾ എത്ര വെയിറ്റ് ഇടുന്നോ അതിൻ്റെ പകുതിയേ നമുക്ക് കിട്ടുള്ളൂ. കാരണം ഒരു 90 ഡിഗ്രി ആംഗിളിൽ ചെയ്യുന്നൊരു സാധനമാണ് ഈ ലെഗ് പ്രസ്. അപ്പം ലെഗ് പ്രസ്സിന് നമ്മൾ എത്ര വെയിറ്റ് ഇടുന്നോ അതിൻ്റെ 3/4 ആ ഒരു ഇതിലേ വരുള്ളൂ കേട്ടോ. അപ്പോൾ സോ എല്ലാവരും ശ്രദ്ധിക്കുക, വെയിറ്റ് മാക്സിമം കുറച്ചിടുക. ലെഗ് പ്രസ്സിനായാലും എക്സ്റ്റൻഷനായാലും എന്തിനായാലും. അങ്ങനെ ഏതായാലും നമ്മൾ ബാക്ക് എക്സ്റ്റൻഷന് പോയിട്ടുണ്ട്. ബാക്ക് എക്സ്റ്റൻഷൻ ഞാനും നേരത്തെ വിട്ടതുപോലെ തന്നെ ഏതോ ചങ്ങായി വന്നിട്ട് ഫുള്ള് വെയിറ്റ് ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളേതായാലും ബാക്ക് എക്സ്റ്റൻഷൻ കൂടി കംപ്ലീറ്റ് ആക്കി നമ്മുടെ ആപ്സ് വർക്കൗട്ടിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഏതായാലും സിറ്റപ്പാണ് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റപ്പാണോ അതോ ഇതിൻ്റെ കറക്റ്റ്, എനിക്ക് എല്ലാത്തിൻ്റെയും കറക്റ്റ് നെയിം അറിഞ്ഞൂടാ ഗൈസ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണം. ഞാൻ ഫിറ്റ്നസ് ചാനൽ തുടങ്ങിയതിന് വെച്ച് എല്ലാത്തിൻ്റെയും പേരെനിക്ക് അറിയണം എന്നില്ല. അപ്പോൾ അറിയാവുന്നവരുടെ കമൻറ്റ് ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ 2 സെറ്റ് അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞത് പ്ലാങ്ക് ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. കാരണം വീഡിയോ എടുക്കാൻ മാത്രം ആരുമില്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്ത് ഏതായാലും എനിക്ക് അടുത്ത വർക്കായിരുന്നു ലെഗ് റേസ്. ഇന്ന് ആപ്സും ലെഗും ആയിരുന്നു. അത് കാരണം ലെഗും ആപ്സും ചെയ്ത് നല്ല വീട് പിടിക്കുക എന്നുള്ള പരിപാടിയാണ്. അങ്ങനെ ഏതായാലും ലെഗ് റേസും ചെയ്ത്
നമ്മൾ ലെഗ് റൈസ് ചെയ്തിട്ട് നമ്മൾ നേരെ ചെന്നത് ഡെഡ് ലിഫ്റ്റാണ്. ഡെഡ് ലിഫ്റ്റ് ഒരു 80 കിലോ ഞാൻ പൊക്കിയിട്ടുണ്ട്. 80 കിലോ അങ്ങനെ വെറുതെ ഒന്നും അല്ല ഗൈസ് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ തകർക്കാനാണ്. അങ്ങനെ ഏതായാലും നമ്മൾ നമ്മുടെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് മെല്ലെ വീട്ടിലേക്ക് പോവുകയാണ്. സോ ഇതാണ് നമ്മുടെ 18ാം പടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.